ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ 5ാമത്തെ പാഠമായ മണ്ണിലും മരത്തിലും എന്നുള്ള പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റ് അഥവാ ക്ലാസ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും മണ്ണിലും മരത്തിലും എന്ന പാഠത്തിന്റെ ക്ലാസ് കണ്ടു കാണുമെന്ന് കരുതുന്നു. നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും അതോടൊപ്പം നമ്മൾ പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ്സും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരെങ്കിൽ തീർച്ചയായും കാണുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ക്ലാസ് ആണ്. ഫുൾ ചാപ്റ്റർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ അതിൽ നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതും എന്നിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നൊക്കെ നോക്കാം കേട്ടോ. 35 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം 1, ജീവികളെ അവയുടെ കൂട്ടിലേക്ക് വരച്ചു യോജിപ്പിക്കുക. നമ്മൾ എന്താ കുറച്ച് ജീവികൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ജീവികളാണ്? ഒരു പപ്പി, ഒരു നായക്കുട്ടി ഉണ്ട്, പിന്നെന്താ മീനുണ്ട്, തേനീച്ചയുണ്ട്, പിന്നെ ഒരു പക്ഷി, തവള. അപ്പോൾ ഈ ജീവികളെ ആ ജീവികളുടെ കൂടുകളിലേക്ക് എന്ത് ചെയ്യുക, വരച്ച് യോജിപ്പിക്കാനാണ് പറയണത്. രണ്ടാമത്തെ പ്രവർത്തനം 2, താഴെ കാണുന്ന അക്ഷരങ്ങൾ വരുന്ന 2 വാക്കുകൾ വീതം എഴുതുക. ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും അക്ഷരങ്ങൾ, ഏതൊക്കെയാണ് അക്ഷരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ങ, ഛ, യ, ഫ, ഥ, ഞ, മ, ന, ഖ, ള. ഈ അക്ഷരങ്ങൾ വരുന്ന 2 വാക്കുകൾ വീതമാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതെല്ലാം ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകളെല്ലാം തന്നെ നമ്മുടെ 5ാമത്തെ പാഠത്തിലുള്ളതാണ്. അപ്പോൾ പാഠത്തിന്റെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നിട്ട് അക്ഷര തെറ്റില്ലാണ്ട് വൃത്തിയായിട്ട് എഴുതാൻ പഠിക്കുക കേട്ടോ. ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് എഴുതി പഠിക്കുക, മനസ്സിലാക്കുക. 10 മാർക്കിന്റെ ചോദ്യമാണ് 2ാമത്തെ പ്രവർത്തനം. അടുത്തത് പ്രവർത്തനം 3, മരത്തിൽ വസിക്കുന്നവർ കുളത്തിൽ വസിക്കുന്നവർ എന്നാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ പേര് കേട്ടോ. അതായത് ജീവികളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ കുളം കാണുന്നില്ലേ, കുളവും പിന്നെ ഇവിടെ മരം കാണുന്നില്ലേ. അപ്പൊ ഈ കാണുന്ന വട്ടത്തിനുള്ളിൽ എന്ത് ചെയ്യുക, അപ്പൊ കുളത്തിനടുത്ത് കാണുന്ന ഈ വട്ടത്തിനകത്ത് കുളത്തിൽ ജീവിക്കുന്ന ജീവികളുടെ പേര് എഴുതുക. ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ എന്ത് പറയാം, തവള, മീന് അല്ലേ. ഇപ്പൊ നമുക്ക് കുളത്തിൽ കാണാൻ കഴിയുന്ന ജീവികളുടെ പേര് എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. മരത്തിൽ കാണാൻ കഴിയുന്ന ജീവികൾ, അതാണ് മരത്തിനടുത്തുള്ള ഈ കോളങ്ങളിൽ എഴുതേണ്ടത്. മരത്തിൽ ജീവിക്കുന്ന ജീവികൾ അല്ലേ, എന്തൊക്കെയാണ്? കിളി എഴുതാം അല്ലെ, അതായത് തത്ത എഴുതാം, പിന്നെ എന്താ എഴുതാം, അണ്ണാൻ എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന മരത്തിൽ ജീവിക്കുന്ന ജീവികളുടെ പേരാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? മരത്തിൽ വസിക്കുന്നവർ കുളത്തിൽ വസിക്കുന്ന, മരത്തിൽ ജീവിക്കുന്ന ജീവികളുടെ പേരും കുളത്തിൽ ജീവിക്കുന്ന ജീവികളുടെ പേരുമാണ് ഇവിടെ എഴുതേണ്ടത്. 10 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്ക് വീതം. മനസ്സിലായില്ലേ? അടുത്തത് നമ്മുടെ 4ാമത്തെ പ്രവർത്തനം എന്താന്ന് നോക്കാം. പ്രവർത്തനം 4, 4ാമത്തെ പ്രവർത്തനമാണിത്. എന്താണ്? പട്ടിക പൂർത്തിയാക്കുക. എന്താണ് ഇവിടെ ചെയ്യുന്നത്? പറക്കുന്നവ, പറക്കാത്തവ. അതായത് ജീവികളുടെ പേര് തന്നെയാണ് എഴുതേണ്ടത്. പറക്കുന്ന ജീവികൾ 5 എഴുതാനുണ്ട്. അപ്പൊ പറക്കുന്ന ജീവികൾ ഒരു 5 എഴുതുക. പറക്കാത്ത ജീവികൾ ഏതൊക്കെയാണ്? അപ്പൊ ആന പറക്കുവോ? ഇല്ല അല്ലെ. എന്നാലും തത്ത പറക്കുവോ? പറക്കും. അപ്പൊ അങ്ങനെ പറക്കുന്ന 5 ജീവികളുടെ പേരും പറക്കാത്ത 5 ജീവികളുടെ പേരും എഴുതുക. മനസ്സിലായില്ലേ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് 4ാമത്തെ പ്രവർത്തനം. അടുത്തത് 5ാമത്തെ പ്രവർത്തനം. 5ാമത്തെ പ്രവർത്തനം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട് അല്ലെ. ഒരു മരം ഉണ്ട്, മരത്തിൽ ഒരു കിളി, ഒരു കൂട്ടിനകത്തൊരു കുഞ്ഞു കിളിയുണ്ട്. ആ കുഞ്ഞു കിളിക്ക് അമ്മ പക്ഷി ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അതുപോലെ ഒരു പൂച്ച മേലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, കിളിക്കുഞ്ഞിനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് നോക്കാം. 1ാമത്തെ ചോദ്യം, മരത്തിലെ കൂട്ടിലിരിക്കുന്നത് ആരാണ്? കുഞ്ഞിക്കിളി അല്ലേ. മരത്തിലെ കൂട്ടിലിരിക്കുന്ന ആരാ? കുഞ്ഞിക്കിളി. 2ാമത്തെ, എന്താണ് അമ്മക്കിളിയുടെ കൊക്കിലുള്ളത്? നോക്കൂ, എന്താ ഉള്ളത്? പുഴു അല്ലെ. ഒരു പുഴുവാണ് അമ്മക്കിളിയുടെ കൊക്കിലുള്ളത്. 3, മരത്തിന് താഴെ ആരാണ് കുഞ്ഞിക്കിളിയെ പിടിക്കാൻ നിൽക്കുന്നത്? ആരാ കുഞ്ഞിക്കിളിയെ പിടിക്കാൻ നിൽക്കുന്നത്? ആരാ? പൂച്ച. കുഞ്ഞിക്കിളിക്ക് നിറം നൽകൂ. കണ്ടോ, നിറം കൊടുക്കുന്ന ചോദ്യമൊക്കെ എക്സാമിന് ഉണ്ടാവും കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും വൃത്തിയായിട്ട് നിറം കൊടുക്കാൻ പഠിക്കുക. 5ാമത്തെ ചോദ്യം, ഒരു വാക്യം നിർമ്മിക്കുക. ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു വാക്യം നിർമ്മിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ 5 മാർക്കിന് ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്ക് വീതമാണ്. ഇതാണ് 5ാമത്തെ പ്രവർത്തനം. അപ്പൊ ആകെ 5 പ്രവർത്തനങ്ങളാണ് നമ്മുടെ 5ാമത്തെ പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാം തന്നെ
വൃത്തിയായിട്ട് ചെയ്ത് നോക്കുക. ഇതിൽ ടഫായിട്ട് ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് നിർബന്ധമായും നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ കാണുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് കാണുക. അതുപോലെ പ്രവർത്തന പുസ്തകത്തിൻ്റെ ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളം മാത്രമല്ല, മാത്സും അതുപോലെ ഗണിതവും ഇംഗ്ലീഷും എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും അതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും പ്രവർത്തന പുസ്തകത്തിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക. നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാലോ, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.